ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കാൻ പോകുന്ന രണ്ടാം ഘട്ട ചർച്ചകൾക്ക് മുമ്പായി തങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യയും ഇറാനും. അതിൻ്റെ ഭാഗമായി ഇറാനിൽ വെച്ച് സൗദി പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ ഇറാന്റെ നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുമായി കൂടിക്കാഴ്ച നടത്തി. സൗദി അറേബ്യയിലെ രാജാവിൻ്റെ സന്ദേശം കൈമാറുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ കണ്ടെത്തുക എന്നിവയായിരുന്നു കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി തലവൻ റാഫേൽ ഗ്രോസി ഇറാൻ സന്ദർശിക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു സൗദി പ്രതിരോധ മന്ത്രിയുടെ ഇറാനിലേക്കുള്ള ഈ യാത്ര. ഇറാനിയൻ സൈനിക മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഗേരിയും ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. സൗദി അറേബ്യയുമായുള്ള ശക്തമായ ബന്ധത്തെ പരസ്പരം പ്രയോജനകരമായാണ് ഇറാൻ കാണുന്നതെന്നാണ് അയത്തുള്ള അലി ഖൊമേനി പറയുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ഇരു രാജ്യങ്ങൾക്കും മികച്ച സേവനം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം ഐക്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ സാങ്കേതിക മേഖലകളിൽ ഇറാന്റെ വളർന്നുവരുന്ന പുരോഗതി എടുത്തു കാണിച്ചുകൊണ്ട് സൗദിയുമായി തങ്ങളുടെ സഹകരണം പങ്കിടാനുള്ള ഇറാന്റെ സന്നദ്ധതയും നേതാവ് അറിയിച്ചു. സൗദി അറേബ്യയ്ക്ക് സാങ്കേതിക വിദ്യയിൽ സഹായം നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ബാഹ്യശക്തികളെ ആശ്രയിക്കുന്നതിന് പകരം പ്രാദേശികമായി സഹോദരങ്ങൾ പരസ്പരം സഹകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതാണ് നല്ലതെന്നും ഖൊമേനി കൂട്ടിച്ചേർത്തു. ഇറാൻ സൗദി ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളെക്കുറിച്ചും ഖൊമേനി പറയുകയുണ്ടായി. നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വിപുലീകരിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. എന്നാൽ ഈ ശത്രുതാപരമായ ഉദ്ദേശങ്ങളെ ചെറുക്കാൻ ഞങ്ങൾ എല്ലാ വിധത്തിലും തയ്യാറാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയും എല്ലാ മേഖലകളിലും സഹകരണം വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ ഇറാനിൽ എത്തിയതെന്നാണ് ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ ഈ മേഖലയിൽ ഒരു സംഘർഷം ഉണ്ടാകുമെന്ന ആശങ്ക ഏറി വരികയാണ്. ഈ സാഹചര്യത്തിലാണ് സൗദിയുടെ സന്ദർശനം എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഗൾഫ് മേഖലയിലെ സ്ഥിരതയ്ക്ക് ഭീഷണിയായ യമൻ മുതൽ സിറിയ വരെയുള്ള സംഘർഷങ്ങൾക്ക് ശേഷം 2023 ചൈന മധ്യസ്ഥത വഹിച്ച ഒരു കരാറിന് ഇറാനും സൗദി അറേബ്യയും സമ്മതിച്ചിരുന്നു. അതിനുശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടത്. നേരത്തെ സൗദി അറേബ്യയിൽ ഒരു ഷിയ പുരോഹിതനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരുന്നു. അതോടെ ഇറാനിയൻ പ്രതിഷേധക്കാർ ഇറാൻ തലസ്ഥാനത്തെ സൗദി എംബസി ആക്രമിച്ചിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് 2016 സൗദി ഇറാനുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരുന്നു. തുടർന്ന് ഇരു കൂട്ടരും വർഷങ്ങളോളം സംഘർഷാവസ്ഥ നിലനിർത്തുകയും ചെയ്തു. 2 വർഷം മുമ്പ് ചൈനയുടെ ഇടപെടലോടെ ഇവരുടെ ശത്രുത കുറയാൻ തുടങ്ങി. മാത്രമല്ല, കഴിഞ്ഞ വർഷം ഇറാൻ ഇസ്രായേൽ സംഘർഷം ഉണ്ടായതിനു ശേഷം ഇറാനിയൻ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയേക്കാവുന്ന ആക്രമണത്തെക്കുറിച്ച് ഗൾഫ് അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് മുഴുവൻ മേഖലയ്ക്കും സാമ്പത്തികവും പാരിസ്ഥിതികവുമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് മാത്രമല്ല, ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ എന്നീ രാജ്യങ്ങൾ അമേരിക്കയോട് അന്ന് ശക്തമായി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ പഴയ ബന്ധങ്ങൾ വീണ്ടും ശക്തിപ്പെടുകയാണ്. ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഒക്ടോബറിൽ സൗദി അറേബ്യയും ഇറാനും ഒമാൻ ഉൾക്കടലിൽ അവരുടെ ആദ്യത്തെ സംയുക്ത നാവിക അഭ്യാസം നടത്തുകയുണ്ടായി. നവംബറിൽ സൗദി അറേബ്യയുടെ സായുധ സേനാ മേധാവി ഫയാദ് അൽ റുവേലി ഇറാനിയൻ നേതാക്കളെ കാണാൻ ഇറാൻ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. സൗദി അറേബ്യയുമായുള്ള ബന്ധം എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിനും മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് ഈ സഹകരണം വ്യാപിപ്പിക്കുന്നതിനും ഇറാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇറാൻ പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാനും പറഞ്ഞു. ഇറാനും സൗദി അറേബ്യയും ഒരുമിച്ച് നിന്നാൽ ഇസ്ലാമിക ലോകത്തിൻ്റെ ഐക്യം ശക്തിപ്പെടുമെന്നും വിദേശ ശക്തികൾ ഭിന്നത വിതയ്ക്കുന്നത് തടയാൻ കഴിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു.